നമുക്ക് വരാനിരിക്കുന്ന അപകടങ്ങൾ, ദുരന്തങ്ങൾ, എത്രയോ ആക്സിഡന്റ് കാണുന്നു. റോഡിലൂടെ പോകുമ്പോൾ മരവൊടിഞ്ഞ് വീണ് മരിക്കുന്നു, തെങ്ങൊടിഞ്ഞ് വീണ് മരിക്കുന്നു, വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, 2 ദിവസം മുമ്പാണ് കാഞ്ഞങ്ങാട് മാണിക്കോത്ത് മസ്ജിദിൻ്റെ അവിടുത്തെ കുളത്തിൻ്റെ അകത്ത് കുട്ടികൾ വീണ് മരിച്ചുപോയത്. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ, അവരുടെ കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. ഓരോ ദിവസവും എത്ര അപകടങ്ങൾ കാണുന്നു. പ്രായമാകുമ്പോ അതാ മനുഷ്യനുണ്ടാകുന്ന ഒന്നാമത്തെ ആഗ്രഹം സമ്പത്തിനോടുള്ള ആർത്തിയാ. 2, അവർ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. 99 വയസ്സ് വരെ ജീവിച്ചവനും പിന്നെയും ആഗ്രഹമാണ് ഇനിയും ജീവിക്കണം, ഇനിയും ജീവിക്കണം. മക്കളെ കെട്ടിച്ചു, കൊച്ചുമക്കളെ കെട്ടിച്ചു, എന്നിട്ടും പറയുകയാ കൊച്ചുമക്കളുടെ കുഞ്ഞിനെ കൂടെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ആഗ്രഹമാണ്, വല്ലാത്ത ആഗ്രഹമാണ്. മരിക്കാൻ താല്പര്യമില്ല, മരണത്തെ ആഗ്രഹിക്കുന്നില്ല, മരണത്തെ കുറിച്ച് പറയുന്നത് പോലും ഇഷ്ടമല്ല. പടച്ചവനെ, മരിച്ച വീട്ടിൽ പോലും പലരും പോകാറില്ല. കാരണം നമ്മൾ വെറുക്കുകയാണ്, നമ്മളത് പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കാത്തവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എത്ര ആഗ്രഹിച്ചാലും എന്തെല്ലാം ചെയ്താലും ഖാബുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് വരേണ്ട സമയത്ത് വരും ബാപ്പാ. ഒരു നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാറില്ല. വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരു നിമിഷം പോലും മാറാറില്ല പെങ്ങളെ. കറക്റ്റ് സമയത്ത് എത്തേണ്ട സമയത്ത് ഒരു മിനിറ്റ് പോലും മുണ്ടാതെ പിന്താതെ ആ മരണം നിന്നെ തേടി വരുമെന്ന് പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം ഇതാണ്. ഞാൻ എന്തിനാ ഇത് പറഞ്ഞതെന്നറിയുമോ? ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആഗ്രഹമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്നാ ഇതുപോലെ മരിച്ചു പോയവർക്കും ചില ആഗ്രഹമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ജീവിച്ചിരിക്കുന്നവർക്ക് മോഹമുണ്ടോ, ആഗ്രഹമുണ്ടോ, ഒരുപാട് സ്വപ്നങ്ങളുണ്ടോ? ഇതുപോലെ മരിച്ച് ഖബറിലേക്ക് പോയ നിന്റെ വാപ്പയുണ്ടല്ലോ, നിന്റെ ഉമ്മയുണ്ടല്ലോ, നിന്റെ കൂടപ്പുറപ്പുണ്ടല്ലോ, നിങ്ങളുടെ പള്ളിയുടെ പറമ്പിൽ കിടക്കുന്ന കബറാളിയുണ്ടല്ലോ, ആ കബറാളികൾക്കും ചില ആഗ്രഹമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പടച്ചവനെ, നീ റബ്ബിനോട് പറയണം, മറുത്തു മുറിക്കല്ലേ അല്ലാ. പടച്ചവനെ, കൈകാലുകൾ മുറിച്ചു മാറ്റുന്ന രോഗം വരുത്തല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥ വരുത്തല്ല തമ്പുരാന്. നോക്കി നോക്കി മടുത്തു. വാപ്പ മരിക്കാൻ, ഉമ്മ മരിക്കാൻ, മക്കള് പോലും ദുആ ചെയ്യുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ. അതറിഞ്ഞത് കൊണ്ട്, മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കൂ. ഒരാൾ പോലും ഇല്ലെന്ന് പറയരുത്. അല്ലാഹുവേ, സദഖ കൊടുക്കുന്നവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വിശദീകരിക്കുന്നില്ല. മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? ജീവിച്ചിരിക്കുന്നവർക്ക് ആഗ്രഹമുള്ളതുപോലെ മരിച്ചുപോയവർക്കും ചില ആഗ്രഹമുണ്ടോ? ആ മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം എന്താ? പഠിക്കണേ സഹോദരാ. അല്ലാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഒന്നാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? നിങ്ങളുടെ
പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാണ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരണപ്പെട്ടു പോയെന്ന് വിളിച്ചു പറയുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവേ, കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും നിന്റെ മരണവാർത്ത പരക്കുകയാണ്. നിന്റെ വീട്ടിലേക്ക് എല്ലാവരും ഓടി വരികയാ, ടാർപ്പ കെട്ടുകയാ, കസേര നിരത്തുകയാ, വീടിന്റെ പരിസരത്ത് തീ കൂട്ടി വെള്ളം വെക്കുകയാ, നിയന്ത്രണങ്ങൾ പലരും ഏറ്റെടുക്കുകയാണ്. പടച്ചവനെ, ജനങ്ങൾ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ നിന്റെ കുടുംബക്കാര് നിന്നെ താങ്ങിയെടുത്തിട്ട് വീടിന്റെ സൈഡിൽ ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മലർത്തിക്കിടത്തുകയാ. അവര് നിന്റെ വസ്ത്രങ്ങൾ അടിച്ചു മാറ്റുകയാ. പെങ്ങളെ, സ്വർണ്ണമൊക്കെ ഊരിയെടുത്ത് മോള്, വസ്ത്രങ്ങൾ മുഴുവനും അടിച്ചു മാറ്റി പെങ്ങള്, നജസ്സുകൾ മുഴുവനും കഴുകി വൃത്തിയാക്കി ചെറുപ്പക്കാരാ. നഖത്തിനടിയിലിരിക്കുന്ന അഴുക്കുകൾ പോലും എടുത്തു കളയുകയാണ്. എന്നിട്ട് ചൂടുള്ള വെള്ളത്തിന്റെ അകത്ത് നിന്നെ കുളിപ്പിക്കുകയാ. നല്ലതുപോലെ കുളിപ്പിച്ചു. അതാ സുഗന്ധമിട്ട വെള്ളമൊഴിച്ചു. എന്നിട്ട് നിന്നെ ഉതുപെടുപ്പിക്കുകയാണ്. എന്നിട്ട് നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കുകയാ. റബ്ബേ, എന്നിട്ട് നിന്നെ വെള്ള തുണിക്കകത്ത് പൊതിയുകയാ. ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത വെള്ള തുണിക്കകത്ത് നിന്നെ പൊതിയുകയാണ്. ആ റൂമിന്റെ പുറത്തേക്ക് ഒരാൾ ഇറങ്ങി വരികയാണ്. വീട്ടില് വല്ലാത്ത തിരക്കാണ്. ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ, എല്ലാവരും ഒന്ന് മാറി നിൽക്കണേ. എല്ലാവരോടും മാറി നിൽക്കാൻ പറയുമ്പോ അനുസരണയോടെ എല്ലാവരും മാറി നിൽക്കുകയാണ്. 6 പേര് കൈകോർത്തി പിടിച്ച് നിന്റെ ജനാസ കൊണ്ടുവരികയാ. നിന്റെ ജനാസ കൊണ്ടുവരികയാണ്. വീടിന്റെ കത്ത് വിരിച്ചിട്ടിരിക്കുന്ന 3 കഷ്ടം തുണിയുടെ മുകളിലേക്ക് നിന്നെ കൊണ്ടുവന്ന് മലർത്തിക്കിടത്തുകയാ. അല്ലാഹുവേ, എന്തൊരു ജനമാണെന്നറിയോ. ഈ രംഗം ഓരോരുത്തരുടെയും വീട്ടിൽ വരുന്ന രംഗമാണ്. ആ രംഗമൊന്ന് ചിന്തിച്ചു നോക്കടോ. പരാതിയില്ലടോ, എന്നെ വിളിച്ചില്ല, എന്നോട് പറഞ്ഞില്ല എന്ന് പരാതിയില്ല. നാട്ടുകാരും കുടുംബക്കാരും അയൽവാസിയും മുസ്ലിമും അമുസ്ലിമും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇതുപോലെ നിന്റെ വീട്ടിൽ ഒരിക്കലും ജനം കൂടിയിട്ടില്ല. ഇതുപോലെ ഒരിക്കലും നിന്റെ വീട്ടിൽ ജനം കൂടിയിട്ടില്ല. അന്നൊരാൾക്കും പരാതിയില്ല, പറഞ്ഞില്ല, വിളിച്ചില്ല എന്ന്. എല്ലാവരും ഉസ്താദന്മാര് വന്നു, കമ്മിറ്റിക്കാര് വന്നു, കാരണവന്മാര് വന്നു, കുടുംബക്കാര് മുഴുവനും വന്നു, നാട്ടുകാര് മുഴുവനും വന്നു, കൂടെ പഠിച്ചവരും കൂടെ നടന്നവരും എല്ലാവരും നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോ നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുകയാ. നിന്റെ തലയുടെ ഭാഗത്തിരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ ചോദിക്കുന്നു, പഞ്ഞിയെവിടെ? ആ സുഗന്ധം തേച്ച പഞ്ഞിയെവിടെ? എന്തിനാ ഉമ്മ ആ സുഗന്ധം തേച്ച പഞ്ഞി എന്തിനാണ് ചോദിക്കുന്നതെന്നറിയുമോ? മൂക്കിന്റെ ദ്വാരമാ പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ. മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ. അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ.
പഞ്ഞിയെടുത്ത് നിന്റെ മൂക്കിന്റെ ദ്വാരത്ത് വെക്കുകയാണ്. കാണണ്ടവരൊക്കെ കണ്ടോ, സിറാജിനെ കാണണ്ടവരൊക്കെ കണ്ടോ. പടച്ചവനെ നമ്മുടെ വീട്ടിൽ പറയുകയാണ്, സാക്കിർ ഉസ്താദിനെ കാണണ്ടവരൊക്കെ കണ്ടോ, എന്നെയും നിങ്ങളെയും കാണണ്ടവരൊക്കെ കണ്ടോളാം വിളിച്ചു പറയുകയാണ്. അങ്ങനെ നമ്മൾ അവസാനമായിട്ടൊന്ന് കാണുന്നതിന് വേണ്ടി ജനങ്ങൾ മുഴുവനും തിരക്ക് കൂട്ടിയപ്പോ ആ തലയുടെ ഭാഗത്തിരുന്ന് ആരോ പറയുന്നുണ്ട്, കണ്ടതൊക്കെ മതി പുതിയാര്, കണ്ടതൊക്കെ മതി പുതിയാര്. സുബ്ഹാനല്ലാഹ്. ആ പൊതിയങ്ങ് പൊതിഞ്ഞ മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയമെപ്പോഴാ? ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ, ഏത് കരയാത്തവനും കരഞ്ഞു പോകുമടോ. അന്നത്തെ കണ്ണുനീരിന് വിലയില്ലടോ. എന്റെ ഉപ്പാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ ഇക്കാനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മരണ വീട്ടിൽ എല്ലാവരും കരയുന്ന രംഗമാണ്. ആ മയ്യത്ത് പൊതിയുന്ന സമയമുണ്ടല്ലോ, വീടിന്റെ മുറ്റത്ത് മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം കൊണ്ടുവെക്കുന്ന രംഗമുണ്ടോ? എല്ലാ വീട്ടിലും ഫ്രീ ആയിട്ട് വരുന്ന വാഹനമാണത്. ഏത് പാവപ്പെട്ടവന്റെ വീട്ടിലും കടന്നു വരും, ഏത് കോടീശ്വരന്റെ വീട്ടിലും കടന്നു വരും. പടച്ചവനെ, അതാ മോഡലിന് വ്യത്യാസമില്ല. എത്ര കൊല്ലം കഴിഞ്ഞാലും ഒരേ ഒരു മോഡല്, ഫാഷനൊന്നും മാറുന്നില്ലടോ. ഇൻഷുറൻസ് വേണ്ട, ടാക്സ് വേണ്ട, പെട്രോൾ വേണ്ട, ഡീസൽ വേണ്ട, ഡ്രൈവർ വേണ്ട, പെറ്റിയില്ല, ഫ്രീ സർവീസാ സഹോദരാ. മയ്യത്ത് കട്ടിലെന്ന് പറയുന്ന വാഹനം നിന്റെ വീട്ടിലേക്ക് കൊണ്ടുവെക്കുന്ന രംഗമുണ്ടല്ലോ. അപ്പോഴാണ് മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം കേൾക്കണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ മരിച്ചുപോയ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹം അപ്പോഴാ. വീടിന്റെ അകത്ത് വെള്ളത്തുണിക്കകത്ത് പുതച്ച് കിടത്തിയിരിക്കുന്ന മയ്യത്ത് നമ്മളോട് വിളിച്ചു പറയുന്ന ഒന്നാമത്തെ കാര്യമെന്താ? ആ മയ്യത്തിന്റെ ഒന്നാമത്തെ ആഗ്രഹമെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, ഖദ്ദിമൂനി ഖദ്ദിമൂനി. മരിച്ചുപോയ മനുഷ്യൻ നല്ല മനുഷ്യനാണോ? ആ മനുഷ്യൻ വിളിച്ചു പറയുന്നു, എന്നെയൊന്ന് ഖബറടക്കാ കൊണ്ടുപോകണേ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോയി ഖബറടക്കണേ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്കണേ. നിങ്ങൾ ഈ വീടിന്റെ അകത്ത് വെച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്ക് സ്വർഗത്തിൽ പോകാനാ. മക്കളെ, വാപ്പാരെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. മക്കളെ, ഉമ്മാനെ ഒന്ന് സ്വർഗത്തിലേക്ക് പെട്ടെന്ന് വിടടാ. എന്നെ കൊണ്ടുപോയി പെട്ടെന്നൊന്ന് ഖബറടക്കണേ എന്ന് ആ ഖബർ വിളിച്ച് പറയുമെന്ന് നബി, ആ മൈദനാസ വിളിച്ച് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ മയ്യത്ത് വിളിച്ചു പറയുന്നു, എന്നെ നിങ്ങൾ കൊണ്ടുപോ, എന്നെ നിങ്ങളൊന്ന് കൊണ്ടുപോ, എന്നെ പെട്ടെന്ന് കൊണ്ടുപോയൊന്ന് ഖബറടക്ക് എന്ന് ആ ജനാസ വിളിച്ചു പറയുമെന്ന് നബി തങ്ങൾ പറയുമ്പോ, മോശമായ ജനാസ വിളിച്ചു പറയുന്നു, എവിടെ കൊണ്ടുപോകുവാ? എന്നെ കൊണ്ടുപോകല്ലേ, എന്നെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മയ്യത്ത് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മരിച്ചുപോയവരുടെ ഒന്നാമത്തെ ആഗ്രഹം അവര് പറയും, എന്നെ ഒന്ന് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും, എന്നെ ഒന്ന് പെട്ടെന്ന് കൊണ്ടുപോയി ഖബറടക്ക്, നിങ്ങളൊന്ന് ധൃതി കാണിക്കുകയെന്ന് ജനാസ വിളിച്ചു പറയുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആദമിന്റെ മക്കളുടെ ആഗ്രഹം ഒരിക്കലും തീരാറില്ല. നബി തങ്ങൾ പറയുകയാണ്, മനുഷ്യന് ഒരു സ്വർണത്തിന്റെ മല തന്നെ നൽകുകയാണ്, ഒരു സ്വർണത്തിന്റെ ഒരു മല തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തരികയാണ്. ഈ വഅദ കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അല്ലാഹു കൊടുത്തു. ഒരു സെന്റ് ഭൂമിയൊന്നുമല്ല, ഒരു സ്വർണത്തിന്റെ മല തന്നെ അല്ലാഹു കൊടുത്തു. എന്നാലും അവൻ തൃപ്തിപ്പെടുന്നില്ല. അതുകൊണ്ട് അവൻ തൃപ്തിപ്പെടാൻ തയ്യാറാകുന്നില്ല.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സ്വർണത്തിന്റെ മല തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അല്ലാഹു കൊടുത്താലും അവൻ രണ്ടാമത് ഒന്നുകൂടെ ആഗ്രഹിക്കുമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവനെ, മനുഷ്യന്റെ ആഗ്രഹം അങ്ങനെ. ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ സ്വന്തമായിട്ട് ഒരു സെന്റ് ഭൂമിയില്ലാത്ത ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, പടച്ചവനെ എവിടെയെങ്കിലും വഴിയില്ലെങ്കിലും, പടച്ചവനെ ഉള്ളിലാണെങ്കിലും വണ്ടി കയറി പോകാൻ സ്ഥലമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു 5 സെന്റ് സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹമതാ. എന്റെ പ്രിയപ്പെട്ട വര കെട്ടി കഴിയുമ്പോൾ അവിടെ ഒരു വീട് വെക്കണം. അത് കഴിയുമ്പോൾ പറയുന്ന, പടച്ചവനെ അകത്ത് റോഡ് സൈഡിലേക്ക് മാറണം. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാ. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത്, ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം, അവർക്കൊരു സ്വർണത്തിന്റെ താഴ്വര തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്താലും അവൻ ആഗ്രഹിക്കുകയാണ് രണ്ടാമതൊന്നുകൂടെ ലഭിക്കാൻ. രണ്ടാമതൊന്നുകൂടെ ലഭിക്കുന്നതിന് വേണ്ടി അവൻ ആഗ്രഹിക്കുകയാ. നബിതങ്ങൾ പറയുന്നു, എന്നാലും അവന്റെ ആഗ്രഹം തീരില്ല. ആദമിന്റെ സന്തതികളുടെ ആഗ്രഹം നബിതങ്ങൾ പറയുകയാണത് ഖബറിലെ മണ്ണുകൊണ്ടല്ലാതെ അവസാനിക്കുകയില്ല. 6 അടി മണ്ണിലെ പള്ളിപ്പറമ്പിലെ ഖബറിന്റെ അകത്തല്ലാതെ ഒരു മനുഷ്യന്റെ ആഗ്രഹം അവസാനിക്കില്ല എന്ന് നബിതങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ആഗ്രഹം അതാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടുകയാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല ആഗ്രഹമാണ്, ചെറുപ്പക്കാർക്ക് വേറെ ആഗ്രഹമാണ്, യുവത്വത്തിലേക്ക് കടന്നാൽ പിന്നെ വലിയ ആഗ്രഹങ്ങളാണ്. പടച്ചവനെ, മനുഷ്യന്റെ ആഗ്രഹം ചെറുപ്പം മുതൽ ആഗ്രഹമാണ്. പ്രായമാകും തോറും ആഗ്രഹം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പ്രായമാകുന്നവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. കൊച്ചുകുട്ടികൾക്ക് പല പല മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. എന്നാ പ്രായം ചെന്ന മുടിയൊക്കെ നരച്ചുപോയ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വല്ലാത്ത ആഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പ്രായമായവരുടെ ആഗ്രഹം എന്തെന്നറിയുമോ? നബി തന്നെ അനസ് റളിയല്ലാഹു തആല قال رسول الله صلى الله عليه وسلم يحرم ابن آدم ويشب منه اثنان الحرص على المال والحرص على العمر. നബിതങ്ങൾ പഠിപ്പിക്കുകയാണ്, ആദമിന്റെ സന്താനങ്ങൾക്ക് വല്ലാത്ത ആഗ്രഹമാണ്, അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ, എന്താണ് ആദമിന്റെ മക്കൾക്ക്, പ്രത്യേകിച്ച് പ്രായമാകുന്നവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം 2 കാര്യങ്ങളോടാണ്. 2 കാര്യങ്ങളോട് അവർക്ക് വല്ലാത്ത ആഗ്രഹമാണ്. നബിതങ്ങൾ പറയുന്നു, പ്രായമായവർക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള 2 കാര്യങ്ങൾ ഏതാ? ഒന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അൽ ഹിർസു അലൽ മാൽ. പ്രായമായ ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പ്രായമായ ഉമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയുമോ? പടച്ചവനെ, സമ്പത്തിനോട് അവർക്ക് വല്ലാത്ത ആർത്തിയാണ്, വല്ലാത്ത ആഗ്രഹമാണ്. പടച്ചവനെ, 60-70 വയസ്സുള്ള വാപ്പയ്ക്കും പണം 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 എന്ന ചിന്തയേ ഉള്ളൂ. എങ്ങനെയും പണമുണ്ടാക്കണമല്ലോ, വല്ലാത്ത ഒരാഗ്രഹമാണ്. അത് പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും എല്ലാവർക്കും വേണ്ടത് പണമാണോ? ഇന്നെല്ലാവർക്കും വേണ്ടത് പണമാണ്. കൊച്ചുകുട്ടികൾക്കും വേണ്ടത് പണമാണ്. ഏതോ എന്റെ പ്രിയപ്പെട്ടവരെ, കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനും ലഹരിയുണ്ടല്ലോ, അതുപോലെ പണത്തിനൊരു ലഹരിയുണ്ട് സഹോദരാ. അത് മനസ്സിലാക്കണമെങ്കിൽ ഏറ്റവും ചെറുപ്പത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാ. നമ്മുടെ ചെറുപ്പകാലത്ത് നമ്മൾ വാപ്പയുടെ ചാരത്ത് ചെന്നിട്ട് പറയാറുണ്ട്, മുട്ടായി കടയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ വാപ്പയോട് നമ്മൾ പറയും, വാപ്പാ മുട്ടായി വാങ്ങിത്തരാൻ. പടച്ചവനെ, നമ്മൾ മാതാവിനോടും പിതാവിനോടും വാപ്പയുടെ കൈ പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന മക്കൾ ഉപ്പാലോട് പറയും, മുട്ടായി വാങ്ങിത്തരാൻ, എനിക്കത് വേണം, എനിക്ക് ഇത് വേണമെന്ന് ഞാനും നിങ്ങളും പറയാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു കാലം എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്നാ 2025 ജീവിക്കുന്ന ചെറിയ മക്കളുണ്ടല്ലോ, ഈ മക്കള് വാപ്പയോട് പറയുന്നത്, വാപ്പാ മുട്ടായി വാങ്ങിത്താ എന്നല്ല,
ഇന്ന് മക്കള് നമ്മളോട് ചോദിക്കുന്നത് പൈസ തരാനാ. ചെറിയ മക്കളും വന്ന് ചോദിക്കുന്ന ഉപ്പാ എനിക്ക് പൈസ വേണം, എനിക്ക് പൈസ വേണം. ആ പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിൽ പോലും പണത്തിനോടുള്ള ആഗ്രഹം വന്നിരിക്കുകയാണ്. എങ്ങനായി ആഗ്രഹം വന്നത്? എല്ലാവർക്കും പണമാണ് വേണ്ടത്. ഇവിടെ ആരും ഹലാലും ഹറാമും നോക്കാറില്ല. അത് പിടിച്ചു പറിച്ചിട്ടാണെങ്കിലും പലിശ കച്ചവടം നടത്തിയിട്ടാണെങ്കിലും കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണെങ്കിലും ആരെയെങ്കിലും പറ്റിച്ചിട്ടാണെങ്കിലും പടച്ചവനെ പണമുണ്ടാക്കണമല്ലോ. ആ പണമുണ്ടാക്കാൻ കിടന്ന് രാപ്പകലുകൾ കടന്ന് കഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. പെങ്ങളെ, നിങ്ങൾക്ക് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, പെണ്ണുങ്ങൾക്ക് സമ്പത്തിനോട് വല്ലാത്ത ഒരാഗ്രഹമാണ്. വേണ്ട പെങ്ങള്, പണത്തിനോടുള്ള ആഗ്രഹം വേണ്ട, സമ്പത്തിനോടുള്ള ആർത്തി വേണ്ട. വീട്ടിലേക്ക് ഹറാമായ പണം കൊണ്ടുവരുന്ന പരിപാടി അവസാനിപ്പിച്ചോ. പെങ്ങളെ, സ്വർഗത്തിൽ പോകേണ്ടവളാണെന്ന് ആഗ്രഹിക്കുന്നവളാണല്ലോ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരിക്കൽ നബി തങ്ങളെ സ്വഹാബി വനിതകളോട് സംസാരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാ, ഈ സ്വഹാബി വനിതകളെ, സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു പെണ്ണിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെയോ? വനിതകൾ കാമന്നിരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിക്കുകയാ, സ്വർഗത്തിന്റെ അവകാശിയായ ഒരു പെണ്ണിനെ ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വഹാബി വനിതകൾ മുഴുവനും ഞാനായിരിക്കും, ഞാനായിരിക്കും, എന്റെ പേരായിരിക്കും, പടച്ചവനെ ഓരോരുത്തരും ഞാനായിരിക്കുമെന്ന് കരുതികെട്ട് നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന മറുപടി എന്തെന്നറിയുമോ? അതാ നടന്നു പോകുന്ന വിറകുവെട്ടുകാരന്റെ ഭാര്യയെ കാണിച്ചു കൊടുക്കുകയാ. വഴിയിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ട വിറകുവെട്ട് ജീവിക്കുന്നവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കാണിച്ചു കൊടുത്തിട്ട് നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ആ പെണ്ണ് സ്വർഗത്തിലാണ്, ആ പെണ്ണ് സ്വർഗത്തിലാണ്. പടച്ചവനെ, നബി തങ്ങൾ പറയുന്നത് കേട്ടപ്പോ സഹാബി വനിതകളിൽ നിന്നൊരു പെണ്ണിറങ്ങി ഓടുകയാ. വിറകുവെട്ടുകാരന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിക്കുന്ന, പെണ്ണേ, നീ സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാ. നീ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞിരിക്കുകയാണ്. നീ ചെയ്യുന്ന നന്മ എന്താണ്? നീ സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്താണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതാണല്ലോ. ആ സഹാബി വനിതയായ പെണ്ണ് വിറകുവെട്ടുകാരന്റെ ഭാര്യയോട് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞ മറുപടി, ഞാൻ നിസ്കരിക്കാറുണ്ട്, ഞാൻ നോമ്പ് പിടിക്കാറുണ്ട്, ഞാൻ സദക്ക കൊടുക്കാറുണ്ട്, എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ചോദിച്ച പെണ്ണ് പറഞ്ഞു, നിന്നെക്കാളും ഞാൻ ചെയ്യാറുണ്ട്, ഇതൊക്കെ ഞാനും ചെയ്യുന്ന കാര്യമാണ്, ഇതല്ലാതെ വല്ല പ്രത്യേകമായിട്ട് നീ വേറെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ആ സമയത്താണ് വിറക് കെട്ടുകാരന്റെ ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് രാവിലെ ജോലിക്ക് വേണ്ടി വീടിന്റെ പുറത്തിറങ്ങുമ്പോ ഞാൻ പുറകിൽ ചെന്നിട്ട് എന്റെ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഞാനൊരു വാക്ക് പറയാറുണ്ട്. ആ പെണ്ണ് പറയുന്ന വാക്കെന്തെന്നറിയുമോ? ജോലി കഴിഞ്ഞു വൈകുന്നേരം ഈ വീട്ടിലേക്ക് കയറി വരുമ്പോ ഹറാമായ പണം കൊണ്ടുവരല്ലേ, ഹറാമായ ഭക്ഷണം കൊണ്ടുവരല്ലേ. രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങി പോകുന്ന ഭർത്താവിനോട് തന്റെ ഭാര്യ ഓർമ്മപ്പെടുത്തുന്നത് എന്തെന്നറിയുമോ? വൈകുന്നേര സമയത്ത് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഹറാമായ സമ്പത്ത് കൊണ്ടുവരരുത്, ഹറാമായ ഭക്ഷണം കൊണ്ടുവരരുത്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ്, ഹറാമ് തീറ്റിപ്പിക്കല്ലേ എന്ന് ജോലിക്ക് പോകുന്ന ഭർത്താവിനോട് ആ പെണ്ണ് ഓർമ്മപ്പെടുത്തുമായിരുന്നു. അതിനാണ് അല്ലാഹു സ്വർഗം
കൊടുത്തതെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ പെങ്ങളെ പറയാറുണ്ടോ പൊന്നുമോള് നിനക്ക് പണം മതിയല്ലോ? പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നീ കുത്തിവെച്ച് കൊടുക്കുന്നത് പണത്തിനോടുള്ള ആർത്തിയാണല്ലോ. ചെറിയ മക്കളോടും പറഞ്ഞു കൊടുക്കുകയാ, പഠിക്കണം, നല്ല നിലയിലാകണം, നല്ല ജോലി ഉണ്ടാകണം, നല്ല സാലറി വേണം, എങ്കിലേ നല്ല കുടുംബത്തിൽ നിന്ന് പെണ്ണ് കിട്ടൂ. ഒരു ഉമ്മ ചെറിയ മകനോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. ഉമ്മ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കുകയാണ്, പണമുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആർത്തിയ പടന്ന് കുത്തിവെച്ച് കൊടുക്കുകയാ. ആ പണത്തിന് വേണ്ടിയാണ് കഞ്ചാവ് കച്ചവടം നടത്തുന്നത്, കൊട്ടേഷൻ സംഘങ്ങളുടെ കൂടെ ചേരുന്നത്, ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തയ്യാറാകുന്നത്. ഇന്നെല്ലാവരും എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ തേടുകയാണ്. എന്തുകൊണ്ടാണ്? നിന്റെ ആർത്തിയാണ്, എന്തുകൊണ്ടാണ്? നിന്റെ അത്യാഗ്രഹമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, പണത്തിനോടുള്ള ആർത്തികള സഹോദരാ. ഇന്നത്തെ പെണ്ണുങ്ങളും പഴയ തലമുറയും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയോ? അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ജീവിച്ചിരിക്കുന്നവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. പഴയ പെണ്ണുങ്ങളും പുതിയ പെണ്ണുങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ നിന്റെ മക്കളോട് പണത്തിനോടുള്ള ആർത്തി പഠിപ്പിച്ചു കൊടുക്കുകയാ. ആ ആഗ്രഹമാണ് മക്കളോട് നീ പറഞ്ഞു കൊടുക്കുന്നത്. എന്നാ പഴയ ഉമ്മയുടെ അവസ്ഥ എന്തെന്നറിയുമോ? അല്ലാഹുവേ, ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരൽപ്പം ഭക്ഷണം താഴെ വീണ നമ്മുടെ ഉമ്മ താഴെ വീണ ഭക്ഷണം എടുക്കുകയാണ്. ആ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ, ഒരൊറ്റ ചോറങ്ങാണം താഴെ വീണാൽ ആ താഴെ വീണ ചോറെടുത്ത് പാത്രത്തിന്റെ അകത്തേക്ക് വൃത്തിയാക്കിയിടുകയാണ്. എന്നിട്ട് പറയുന്ന, മോനെ, അല്ലാഹു തന്ന നിഅമത്താ, അല്ലാഹു തന്ന നിഅമത്താ, കളയല്ലേ മോനെ. ഇത് വാപ്പ എങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നിനക്കറിയുമോ? നിന്റെ വാപ്പയുടെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചുണ്ടാക്കിയതാ. ഒരു ചോറിന്റെ ഒരു കഷ്ടം എന്റെ പ്രിയപ്പെട്ടവര്, ചോറ് കഴിക്കുന്ന സമയത്തൊരൽപ്പം ഭക്ഷണം താഴെ വീണാൽ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ട് തരുന്നത് മാത്രമല്ല, പടച്ചവനെ, ഉമ്മ പറയുകയാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ മാതാവ് നമുക്ക് പറഞ്ഞു തന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നടോ. എന്നാ വാഴ കേൾക്കാമെന്ന ഉമ്മമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ഇന്ന് പടച്ചവനെ, നിന്റെ മക്കള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോ മതിയെന്ന് പറഞ്ഞ് ഒരു പാത്രത്തിനകത്ത് ചോറ് മാറ്റിവെച്ച അതെടുത്ത് കളയുകയല്ലേ? അതെങ്ങനെയാ ഉണ്ടാക്കിയതെന്ന് നീ പറഞ്ഞു കൊടുക്കാറില്ലല്ലോ.